ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം നിഫ്റ്റി ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കാം. ഡെയിലി ചാർട്ടിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ, ന്യൂസ് സെക്ഷനിൽ കവർ ചെയ്യാം. അത് US സുപ്രീം കോർട്ടിൻ്റെ വെർഡിക്റ്റ് വന്നായിരുന്നു. സോ അത് പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ബട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു സെല്ലിംഗ് കാണുന്നുണ്ടായിരുന്നു. ബട്ട് എൻഡ് ഓഫ് ദി ഡേ അത് സ്ലൈഡ്ലി ഒന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് കാട്ടി കുറച്ചും കൂടെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. 0.55% അപ്പായിരുന്നു. സോ ഒരു ബുള്ളിഷ് കാൻഡിൽ ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയി. ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു, ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഡേ ലോ വന്നിട്ട് പിന്നെയും അവിടെ നിന്നൊരു റിക്കവറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് 1 hour ചാർട്ട് ഒന്ന് നോക്കാം. 1 hour ചാർട്ട് വീണ്ടും ബുള്ളിഷായി തുടങ്ങിയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഹയർ ലെവലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു കൺസോൾട്ടേഷന് ബ്രേക്ക്ഔട്ടിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. സോ അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു ഹയർ റേഞ്ചിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി പോസിറ്റീവാണ്. ബാങ്ക് നിഫ്റ്റി ഒരിക്കൽ പോലും ഒരു നെഗറ്റീവ് ഒരു സിമ്പിളിൽ കാണിച്ചിട്ടില്ല, എക്സെപ്റ്റ് ഈ ഒരു ക്യാൻഡിൽ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് തന്നെയായിരുന്നു. സോ ഇത് ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സോ 5 minute ചാർട്ട് എടുത്ത് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നിഫ്റ്റി പോലെ തന്നെ ഒരു 3 കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഉണ്ടായിട്ട് ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഒരു ഡേ ലോവിൻ്റെ അടുത്ത് ഒരു പുൾ ബാക്ക് ഉണ്ടായി. ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസിൻ്റെ അടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് പ്രൈസിനെ കാട്ടി മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 0.15% അപ്പായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് കുറച്ചും കൂടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. സോ പിന്നെ ഒരു ഡേ ലോ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഡേ ലോ ക്രോസ് ചെയ്തില്ല, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ നല്ല ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ബട്ട് കണ്ടിന്യൂസ് ലാസ്റ്റ് ദിവസങ്ങളിലെ സെല്ലിംഗ് കാരണം ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടായി, അവിടെ നിന്നുള്ളൊരു ഷാർപ്പ് സെല്ലിംഗ് ആയിരുന്നു. ബട്ട് അവിടെ നിന്ന് പിന്നെ ഒരു കൺസോൾട്ടേറ്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഒരു 16,027 ക്ലോസ് ആയിട്ടുണ്ട്. 0.43 അപ്പായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പ് കുറച്ചൊരു നെഗറ്റീവ് ഇതിലായിരുന്നു, ഡൗൺവേർഡ് ഡയറക്ഷനിലായിരുന്നു ഇന്ന് മൂവ് ആയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പോലെ ഇതൊരു നെഗറ്റീവ് ക്യാൻഡിലായിരുന്നു. പിന്നെ ഒരു ചെറിയ 2 അപ്സൈഡ് ക്യാൻഡിലുണ്ട്. പിന്നെ ഷാർപ്പ് സെല്ലിംഗ് ആയിരുന്നു. ഇന്നലെ ലാസ്റ്റ് ഡേയിൽ ഒരു സപ്പോർട്ട്, ഇതിൻ്റെ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ മിഡിൽ സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ പോലെ അവിടെ നിന്നൊരു റിവേഴ്സൽ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഡെയിലി ചാർട്ടും കൂടെ ഒന്ന് നോക്കാം. ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിലും ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സിൽവർ നോക്കാം. സിൽവർ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഈ ഡയറക്ഷനിൽ റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഷാർപ്പായിട്ടൊരു നല്ലൊരു മൊമെൻറ്റം, ഒരു 10 points മൊമെൻറ്റം മുകളിലോട്ട് ഉണ്ടായിട്ടുണ്ട്. ഗോൾഡ് ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു. ഈ ഒരു ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ആയിരുന്നു. ഗോൾഡ് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് തന്നെയാണ് മൂവ് ആവുന്നത്. ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിന് നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ വളരെ നല്ലൊരു ഫാസ്റ്റായിട്ടൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. സെല്ലിങ് ഓൾമോസ്റ്റ് 2000 പോയിന്റ് ലാർജ് ക്യാൻഡിൽ 630 സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർജറ്റ് ഓൾമോസ്റ്റ് 67,000 ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് സോർട്ട് ചെയ്തു, ബട്ട് അതിന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഷോർട്ടിങ് വരാണെങ്കിൽ നമുക്ക് നോക്കാം അത്. ഓക്കെ, ലാസ്റ്റ് ഒത്തിരി നാളൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ബ്രേക്ക്ഔട്ട് പോലെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഓൾമോസ്റ്റ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു. ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ബ്രേക്ക്ഔട്ടിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 68,500 ക്ലോസ് ചെയ്തു. ഓൾമോസ്റ്റ് 1:2 കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് ചെയ്തു. ബട്ട് അത് ഞാൻ റിവേഴ്സിൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ കൺസോൾട്ട് ചെയ്തിട്ട് മുകളിലോട്ട് 70,000 വരെയാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഷാർപ്പ് റിവേഴ്സലായിരുന്നു. റിവേഴ്സ് ചെയ്തൊരു 2,000-3,000 പോയിന്റിൻ്റെ ഷാർപ്പ് ഫാളായിരുന്നു. ഓക്കെ, നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് 50% മുകളിൽ താഴോട്ട് വന്നിട്ടുണ്ട്. സോ ഫർദർ ഈ ഒരു ഏരിയ തിരിച്ചു കയറാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വീക്ക്ലി ക്യാൻഡിൽ
ഒരു പോസിറ്റീവായിട്ട്, കാരണം കണ്ടിന്യൂസ് 1 2 3 4 5 ഇത് ഇതായിട്ട് 1 2 5 നെഗറ്റീവായിരുന്നു. ബട്ട് അപ്പോൾ ഒരു ഫോർത്ത് കഴിഞ്ഞൊരു ഇതൊരു പോസിറ്റീവായിട്ട് ലാസ്റ്റ് വീക്ക് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ചാൻസാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പോസിറ്റീവ് ആയില്ല. വീണ്ടും ഒരു നെഗറ്റീവ് സൈഡിലോട്ട് തന്നെയാണ് പോകുന്നത്. നല്ലൊരു സെല്ലിംഗ് പ്രഷർ ബിറ്റ്കോയിനിലുണ്ട്. ഒരു റിവേഴ്സൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഷാർപ്പ് റിവേഴ്സൽ വരാം. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ ഞാൻ റിവേഴ്സൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ പിന്നെ ഒരു നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് തന്നെയാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻഡെക്സ് മാപ്പ് ഒന്ന് നോക്കാം. 1 മിനിറ്റ്. നമ്മൾ ഇൻഡെക്സ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയൊക്കെ ഇന്ന് പോസിറ്റീവ് ആയിരുന്നു. ബട്ട് ചില മിഡ് ക്യാപ്പ് 50, മിഡ് ക്യാപ്പ് 100, മിഡ് ക്യാപ്പ് 150 ഒക്കെ നെഗറ്റീവ് ആയിരുന്നു. സോ നിഫ്റ്റി 50-ൽ അദാനി പോർട്സ്, കോട്ടക് ബാങ്ക്, HDFC ലൈഫ് അതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. IT സ്റ്റോക്സ് വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. ഇൻഫോസിസും ടെക്കും വിപ്രോ ഇതെല്ലാം ഇപ്പോഴും നെഗറ്റീവ് ടെറിട്ടറി തന്നെയാണ്. ഒത്തിരി ഫോളോ ആയിട്ടുണ്ട്. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ സീമെൻസ്, ബജാജ് ഹോൾഡിംഗ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. LTAM, JSW Energy, മാസ്ഡോക്ക്, HAL ഇതെല്ലാം ഡിഫൻസ് സ്റ്റോക്കും നെഗറ്റീവ് ആയിരുന്നു ഇന്ന്. മിഡ് ക്യാപ്പ് 150 എടുക്കുകയാണെങ്കിൽ JSL, ഇന്ത്യ NV, എൻഡുറൻസ് ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. AU ബാങ്ക്, ഗോദ്രേജ് ഫിലിപ്പ്, UPL, IDFC ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഞാൻ പറയാം ന്യൂസിൽ. ഇതെല്ലാം നെഗറ്റീവ് ആയിരുന്നു. -16% ഡൗൺ ആയിരുന്നു. ഓൾമോസ്റ്റ് 20% ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പ് 250-ൽ നോക്കുകയാണെങ്കിൽ ബ്ലൂ ജെറ്റ്, AGS ഒപാക്, ന്യൂലാൻഡ് ലാം ഇതെല്ലാം അപ്പായിരുന്നു. ചോയ്സ് ഇന്ത്യ, റിയൽ ഇൻഫ്ര, സ്വാൻകോപ്പ് ഇതെല്ലാം ഡൗൺ ആയിരുന്നു. സോ ന്യൂസ് നമ്മൾ മെയിനായിട്ട് 2 ന്യൂസാണ് ഇന്ന് പറയാനുള്ളത്. ഒന്ന്, US-ൻ്റെ സുപ്രീം കോടതി അവിടുത്തെ വെർഡിക്റ്റ് വന്നായിരുന്നു ടാരിഫ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ. ബട്ട് അതിന് ഒപ്പോസായിട്ട് ട്രംപ് വീണ്ടും ഒരു 10% ആദ്യം എല്ലാ നേഷൻസിനും ഹൈക്ക് ചെയ്തു, പിന്നെ അത് 15% ആക്കി. ഇപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീൽ ഒരു ഡയലോമയിലാണ്. അത് ഇതുവരെയും ഫൈനലൈസ് ആയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഉള്ള സ്റ്റേറ്റസ് പ്രകാരം 15% ടാരിഫാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും ഈക്വലി ആയിട്ട്. സോ അതൊരു ന്യൂസാണ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിന് ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രോഡ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 592 crore-ൻ്റെ. സോ അത് കാരണമാണ് ഇന്ന് IDFC ഫസ്റ്റ് ബാങ്ക് ഓപ്പൺ ആയപ്പോഴേ ലോവർ സർക്യൂട്ട് അടുപ്പിച്ച് പോയായിരുന്നു. 19% അപ്പ് ഡൗൺ ആയിരുന്നു. അവിടെ നിന്ന് ചെറിയൊരു റിക്കവറി ഉണ്ട്. 16% അപ്പിൽ കുറച്ചൊന്ന് റിക്കവർ ആയിട്ടുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് IDFC. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആയിപ്പോയി. നമുക്ക് നോക്കാം. തൽക്കാലം ഫണ്ടമെൻ്റലി വേറെ പ്രശ്നമൊന്നുമില്ല. ഫണ്ടമെൻ്റലി ഓക്കെയാണ് സ്റ്റോക്സ്. ബട്ട് ഈ ഒരു നെഗറ്റീവ് ന്യൂസ് കാരണമാണ് ഇത്രയും ഒരു ഷാർപ്പ് ഫാൾ ഉണ്ടാവേണ്ട കാര്യം. ഓക്കെ, സോ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.